വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. ഓൾ ഇന്ത്യ മജ്ലിസുൽ ഇത്തിഹാദ് അൽ മുസ്ലിമീന്റെ അധ്യക്ഷനും ഹൈദരാബാദ് എംപിയുമായ അസദുദ്ദീൻ ഒവൈസിയുടെ വീട്ടിലേക്ക് സംഘപരിവാർ അനുകൂല പ്രവർത്തകരുടെ ആക്രമണം. സംഭവത്തിൽ ഹിന്ദു സേന എന്ന സംഘടനയിലെ 5 പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒവൈസിയുടെ ഡൽഹിയിലെ അശോക് റോഡിലുള്ള വീടിന് നേരെയാണ് സംഘപരിവാർ അനുകൂല പ്രവർത്തകർ ആക്രമണം നടത്തിയിരിക്കുന്നത്. ചൊവ്വാഴ്ച വൈകുന്നേരമാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഇവർ സംഘടിച്ചെത്തിയാണ് ഒവൈസിയുടെ വീടിന് നേരെ ആക്രമണം നടത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ. 7 മുതൽ 8 വരെ ആളുകളാണ് ആക്രമി സംഘത്തിൽ ഉണ്ടായിരുന്നത്. നിലവിൽ ഇതിൽ 5 പേരെ മാത്രമാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളവർക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. അക്രമി സംഘം വീടിന്റെ ജനൽ ഗ്ലാസുകൾ അടിച്ചു പൊട്ടിക്കുകയും ബംഗ്ലാവിന് പുറത്തെ നെയിം പ്ലേറ്റും വിളക്കും തകർക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ആക്രമണം നടക്കുന്ന സമയത്ത് ഒവൈസി വീട്ടിലുണ്ടായിരുന്നില്ല. ഒവൈസിയുടെ വീട്ടിന് നേരെ ആക്രമണം നടക്കുന്നതായി പ്രദേശവാസികൾ പോലീസിനെ അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് സംഭവ സ്ഥലത്തെത്തുന്നത്. അപ്പോഴേക്കും അക്രമി സംഘം ഗേറ്റ് കേടുവരുത്തുകയും വീടിന്റെ ചില്ലുകൾ ഉടയ്ക്കുകയും പിന്നീട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. അതേസമയം രാഷ്ട്രീയ വിരുദ്ധതയാണ് ആക്രമണത്തിന് പിന്നിലെ കാരണമെന്നാണ് സംശയിക്കപ്പെടുന്നത്. ഇക്കാര്യത്തിൽ പോലീസ് പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണ്. സംഘപരിവാറിനെതിരെ നിരന്തരം ശബ്ദമുയർത്തുന്ന ഒരു നേതാവാണ് അസദുദ്ദീൻ ഒവൈസി. അതിനാൽ തന്നെ സംഘപരിവാർ നിരന്തരമായി ലക്ഷ്യം വെക്കുന്ന നേതാവ് കൂടിയാണ് ഒവൈസി എന്നുള്ളത്. ഇത്തരത്തിലുള്ള രാഷ്ട്രീയപരമായ വിദ്വേഷമാണ് ഒവൈസിയുടെ വീടാക്രമണത്തിലേക്ക് കലാശിച്ചത് എന്നാണ് റിപ്പോർട്ടുകളും സൂചനകളും. പ്രതികളെ ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. കൂടാതെ സംഭവ സ്ഥലത്ത് നിന്നുള്ള CCTV ദൃശ്യങ്ങളടക്കം പോലീസ് അന്വേഷിച്ചു വരികയാണ്. എന്നാൽ അക്രമി സംഘത്തിന്റെ പിന്നിൽ മറ്റാരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. പ്രതികളെ ചോദ്യം ചെയ്തതിനു ശേഷമേ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. കൂടാതെ സംഭവ സ്ഥലത്ത് നിന്നുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. അതേസമയം അക്രമി സംഘത്തിന്റെ ലക്ഷ്യം ഒവൈസിയാണോ എന്ന കാര്യവും വ്യക്തമല്ല. ഏതായാലും ഒവൈസി വീട്ടിലില്ലാത്ത സമയത്താണ് ഇത്തരത്തിലൊരു ആക്രമണം നടന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.